നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ. ഞാൻ ലൂർജസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് 1-2 മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ വളരെ അത്ഭുതപരമായിട്ടുള്ള ഒരു ആൻറ്റി ഒബീസിറ്റി, അതായത് അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള മരുന്നിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും കേട്ട് കാണും, മോഞ്ചാരോ എന്നാണ് ആ മരുന്നിൻ്റെ പേര്. അപ്പോൾ അത് വളരെ വണ്ടറായിട്ടുള്ള വെയിറ്റ് റിഡക്ഷനാണ് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തിയുടെ 20% വരെ വെയിറ്റ് കുറയ്ക്കാൻ ആ മരുന്നിന് സാധിക്കുന്നു. അത് ഓൾമോസ്റ്റ് ബേരിയാട്രിക് സർജറി, അതായത് വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന സർജറിയാണ് ബേരിയാട്രിക് സർജറി. അതിന് വരെ കിടപിടിക്കുന്ന ഒരു മരുന്നാണ് ഈ മോഞ്ചാരോ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് നമ്മളുടെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ഭക്ഷണം നമ്മളുടെ വയറ്റിലൂടെയാണ് കുടലിലേക്ക് എത്തുന്നത്. ആ വയറ്റിൽ നിന്ന് കുടലിൽ എത്താനുള്ള സമയം അത് വളരെയേറെ വൈകിപ്പിക്കുന്നു. അപ്പോൾ അതുമൂലം നമ്മൾക്കൊരു ഫീലിംഗ് ഓഫ് ഫുൾനെസ്, അതായത് എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല നമ്മൾക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ മെക്കാനിസം. ഇതുവഴിയാണ് ഇത്രയും വലിയൊരു വെയിറ്റ് ലോസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഡയബറ്റിസും പൊണ്ണത്തടിയും ഒരുമിച്ചുള്ളവർക്ക് ഇത് വളരെ വണ്ടർ ആയിട്ടുള്ള ഒരു മരുന്നാണ്. മാത്രമല്ല ഡയബറ്റിസിൻ്റെ തുടക്കത്തിൽ, അതായത് ഒബീസിറ്റിക്ക് ഉള്ള ആളുകൾക്ക് ഈ മരുന്ന് നമ്മൾ തന്നു കഴിഞ്ഞാൽ ഡയബറ്റിസ് റെമിഷൻ അഥവാ പ്രമേഹം മാറാനും സാധ്യതയുണ്ട്. അപ്പം അത്രയും കഴിവുകളുള്ള ഒരു മെഡിസിനാണ് ഈ മോഞ്ചാരോ അഥവാ ടിർസപെറ്റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് നമ്മൾക്കിത് കൊടുക്കാൻ പാടില്ലാത്തതെന്ന് നമുക്ക് പറയാം. ആദ്യമേ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക്, കുട്ടികൾക്ക് നമ്മളിത് കൊടുക്കാൻ പാടുള്ളതല്ല. പിന്നെ തൈറോയിഡിൻ്റെ സി സെൽ ഹൈപ്പർപ്ലേഷ്യ അല്ലെങ്കിൽ മെഡുലറി തൈറോയിഡ് കാർസിനോമ, ഈ പ്രശ്നങ്ങളുള്ളവർക്കും നമ്മൾ ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല. പാൻക്രിയാറ്റൈറ്റിസിൻ്റെ ഹിസ്റ്ററി ഉള്ളവർക്കും പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുള്ളവർക്കും നമ്മൾ ഈ മരുന്ന് കൊടുക്കാറില്ല. പിന്നെ നന്നായിട്ട് റെറ്റിനോപ്പതി, അതായത് ഡയബറ്റിസ് നമ്മളുടെ കണ്ണുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റാപ്പിഡായിട്ട് അത് വേഴ്സൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ മൂർധന്യ അവസ്ഥയിലുള്ള റെറ്റിനോപ്പതി ഉള്ളവർക്ക് നമ്മളത് കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്. പിന്നെ മാത്രമല്ല നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മെക്കാനിസം നമ്മൾ പറഞ്ഞു, അതായത് വയറ്റിൽ നിന്ന് കുടലിലേക്ക് ഭക്ഷണം പോകുന്നത് സ്ലോ ആക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ടൈം ഓൾറെഡി കൂടുതലുള്ള ആൾക്കാരുണ്ടാവും, ഡയബറ്റിസ് കുറേ നാൾ വന്ന് ഗ്യാസ്ട്രോ പാരസിസ് ഉള്ള ആൾക്കാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ബുദ്ധിമുട്ടാവുകയുള്ളൂ. പിന്നെ ഈ മരുന്ന് കൊടുക്കുമ്പോൾ സർജറി ഒക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതായത് ജനറൽ അനസ്തീഷ്യ വഴി സർജറി പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് പ്രൊലോങ്ഡ് ആവുന്നത് മൂലം ആസ്പിറേഷൻ വരാൻ സാധ്യത. അപ്പോൾ സർജറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തൽക്കാലത്തേക്ക് നിർത്തി വെക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മരുന്നിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ വെച്ച് നോക്കുമ്പം ഇതൊക്കെ വളരെ ചെറുതാണ്. കാരണം 20% വെയിറ്റ് ലോസ്, അതായത് 100 കിലോ ഉള്ള ഒരാളുടെ വെയിറ്റ് ഒരു 80 കിലോ വരെ കുറയ്ക്കാൻ ഈ മരുന്നിന് സാധിക്കുന്നു. പക്ഷേ മരുന്നിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ആഹാരവും ക്രമീകരിക്കണം, എക്സസൈസും നന്നായിട്ട് ചെയ്യണം. ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് മാത്രമേ നമ്മൾ ഈ മരുന്നിനെ കാണാൻ പാടുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്? അപ്പോൾ മെയിനായിട്ട് സൈഡ് ഇഫക്ട്സ് പറയുന്നത് ഗ്യാസ്ട്രിക് സൈഡ് ഇഫക്ട്സ് ആണ്. അതായത് നോസിയ, അതായത് ഛർദ്ദിക്കാനുള്ള തോന്നൽ, ഛർദിൽ, പിന്നെ പ്രധാനമായിട്ടും വയറിളക്കം ഇതുണ്ടാകാറുണ്ട്. ഇത് കഴിക്കുന്നവരിൽ ഒരു 10% പേർക്ക് വയറിളക്കം ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ആ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ടൈം കൂടുന്നത് മൂലമാണ്. പക്ഷേ പൊണ്ണത്തടിയുള്ള ഡയബറ്റിസ് ഉള്ളവർക്ക് ഇത് വളരെ അനുഗ്രഹീതമായ ഒരു മരുന്നാണ്. കാരണം 20% വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. അതായത് 120 കിലോ ഉള്ളവർക്ക് വളരെ ഭയങ്കരമായിട്ടുള്ളൊരു വെയിറ്റ് ലോസ് നമുക്ക് ഈ മരുന്ന് വഴി കിട്ടുന്നു. പിന്നെ മറ്റൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇത്രയും വെയിറ്റ് ലോസ് വരുന്നത് കൊണ്ട് നമ്മളുടെ ബൈൽ ഫ്ലോ, അതായത് ലിവറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബൈലിൻ്റെ ഫ്ലോ കുറയുകയും അതുമൂലം പിത്തസഞ്ചിയിലെ കല്ലുണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ വളരെ റെയറായിട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളവർക്ക് അത് വേഴ്സൺ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ കിഡ്നി അസുഖമുള്ളവർക്കും ലിവർ അസുഖമുള്ളവർക്കും എന്തു തന്നെ ആയാലും ഈ മരുന്ന് വളരെ സേഫാണ്. ഇത് ആക്ച്വലി നെഫ്രോ പ്രൊട്ടക്റ്റീവ് ആണ്, ഹാർട്ടിന് പ്രൊട്ടക്റ്റീവ് ആണ്. മാത്രമല്ല ഇത്രയും വെയിറ്റ് ലോസ് തരുന്നത് കൊണ്ട് ഫാറ്റി ലിവറിൻ്റെ ക്യൂറിനും ഈ മരുന്ന് ഹെൽപ്ഫുൾ ആണ്.